2015 പുറത്തിറങ്ങിയ വലിയ വിജയമായ ചിത്രമായിരുന്നു കുഞ്ഞിരാമായണം. ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ആദ്യ ചിത്രമായിരുന്നു ഇത്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, നീരജ് മാധവ്, മാമു കോയ തുടങ്ങിയ വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു. താൻ കുഞ്ഞിരാമായണം എന്ന സിനിമയിൽ അഭിനയിച്ചത് ഒരിക്കലും ആ കഥ കേട്ടിട്ടല്ല എന്ന് പറയുകയാണ് ധ്യാൻ ശ്രീനിവാസൻ. ബേസിൽ ജോസഫ് ആദ്യമായി ആ കഥ പറഞ്ഞത് മറ്റൊരു നടന്റെ ഇടുക്കിയിലായിരുന്നു. എന്നാൽ അത് നടക്കാതെ പോയി. തുടർന്ന് ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസന്റെ ഇടുക്കിയിൽ കഥ പറയുകയായിരുന്നുവെന്നും താരം പറയുന്നു. തൻ്റെ സഹോദരനായ വിനീത് ശ്രീനിവാസന് ആ കഥ ഇഷ്ടമായതിനു ശേഷമാണ് ബേസിൽ കഥയുമായി തൻ്റെ അടുത്തേക്ക് വന്നതെന്നും ധ്യാൻ ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു. ഞാൻ കുഞ്ഞിരാമായണം ചെയ്തത് ഒരിക്കലും ആ കഥ കേട്ടിട്ടല്ല. കഥ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ഒരിക്കൽ ക്യാരംസ് കളിക്കുന്ന സമയത്താണ് ബേസിൽ വരുന്നത്. ആ സമയത്താണ് ഏട്ടനോട് ഈ കഥ പറയുന്നത്. അന്ന് ഞാൻ കഥ കേട്ടിരുന്നില്ല. കഥ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു ബേസിൽ പോയി. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം ബേസിൽ എന്നോട് സിനിമയെപ്പറ്റി പറയുന്നത്. അപ്പോഴും കഥ എന്താണെന്ന് പറഞ്ഞിരുന്നില്ല. ഏട്ടന് സിനിമ ഓക്കെ ആയതിനു ശേഷമാണ് ബേസിൽ എൻ്റെ അടുക്കെ വന്നത്. ഞാൻ ആ കഥ കേൾക്കാതെയാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ പോയതെന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു. ധ്യാൻ ശ്രീനിവാസിൻ്റെതായി ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പോവുകയാണ്. ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ ഒരുക്കുന്ന ചിത്രത്തിൽ ധ്യാനോടൊപ്പം പ്രണവ് മോഹൻലാലാണ് നായകനായി എത്തിയിരിക്കുന്നത്. വൻ താരനിര തന്നെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മികച്ച പ്രതികരണമാണ് ഇപ്പോൾ തിയേറ്ററിൽ നിന്നും ലഭിക്കുന്നത്.